7 സുഹൃത്തുക്കൾ. കോഴിക്കോട് നഗരത്തിൽ നമ്മൾ എന്നും കണ്ടിരുന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ ചെറിയ ചെറിയ സുഖങ്ങളും രസങ്ങളും സന്തോഷങ്ങളും ഏറ്റവും നല്ല രീതിയിൽ അത് ആസ്വദിക്കുന്ന 7 സുഹൃത്തുക്കൾ. അവരുടെ ജീവിതം, അത് ഫുട്ബോളുണ്ട്, അവരുടെ പ്രണയമുണ്ട്, അവരുടെ സൗഹൃദമുണ്ട്. പിന്നീട് അവർ ജീവിതത്തിൽ അവർക്ക് വിചാരിക്കാത്ത ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അതിൽ നിന്നും അവരെങ്ങനെ കരകയറുന്നു, അത് കുറച്ചും കൂടി ഒരു ആക്ഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതാണ് സെവൻസ് എന്ന് പറയുന്ന സിനിമ. നമുക്കറിയാം, ആക്ഷൻ സിനിമകളുടെ ഒരു രാജാവാണ് ജോഷി സാർ. ഞങ്ങളെപ്പോലുള്ള യുവതാരങ്ങളെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ചിത്രം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പുതുമകൾ വേണമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ജോഷി സാർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ പാറ്റേൺ ഓഫ് ടേക്കിംഗ് നമുക്ക് സെവൻസിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടൊരു ആക്ഷൻ ചിത്രമല്ലതാണ്. പിന്നെ 7 സുഹൃത്തുക്കൾ ഞാനുണ്ട്, ആസിഫുണ്ട്, നിവിൻ പോളി, അജു, ബിജീഷ്, അമീർ. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ശരിക്കും സെവൻസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കൂട്ടത്തിൽ ഞങ്ങളെക്കാളെല്ലാം ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ഇതിന്റെ സംവിധായകൻ ജോഷി സാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ടും അദ്ദേഹം മലയാള സിനിമയിൽ തനതായിട്ടുള്ളൊരു സ്ഥാനം ഇപ്പോഴും നിലനിർത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ജോഷി സാറിന്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എന്തുകൊണ്ടും അങ്ങനൊരു ഭാഗ്യം ലഭിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇതുവരെ കാണാത്ത എൻ്റെ ഒരു രൂപവും ഭാവവും അഭിനയ രീതികളുമായിരിക്കാം ചിലപ്പോൾ സെവൻസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് അവസരം തന്നതിന് ദൈവത്തിനും ജോഷി സാറിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ സന്തോഷ് പവിത്രം എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അജയ്, രണ്ടുപേര് ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ആ ഒരു ചെറുപ്പത്തിന്റെ ഒരു എനർജി ലെവൽ തീർച്ചയായിട്ടും ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു നല്ല സിനിമ, ആർക്കും ബോറടിക്കാത്ത രീതിയിൽ ഒരു എനർജി പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമ, അതായിരിക്കും സെവൻസ്.